we'll go to that verse, James. Now, today what we are going to learn is നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണ് പഠിക്കാൻ പോകുന്നത്? What should I pray and how should I pray? Okay. Now, James chapter 4 verse 2 and 3 നമ്മൾ നോക്കി കണ്ടു. You don't receive it because you don't ask. കിട്ടാത്തതിന് കാരണം ചോദിക്കാത്തത് കൊണ്ട്. എന്നാൽ തൊട്ടടുത്ത വാക്യത്തിൽ ജെയിംസ് അതിനോട് ചേർന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം എന്നാ കിട്ടാത്തത്? അല്ല, ഇറ്റ്സ് വിത്ത് റോങ് മോട്ടീവ്. അങ്ങനെ പറയും. എന്ത് ഈ റോങ് മോട്ടീവ്? അവിടെ തന്നെ പറയുന്നുണ്ട്, മറുപടി എന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാ ഞാൻ ചോദിക്കുന്നത്. അതൊരു കർത്താവ് തരുന്ന മറുപടി എന്റെ സ്പോട്ട്ലൈറ്റിനാണെങ്കിൽ എന്താണ് ആ റോങ് മോട്ടീവ് കാരണം മറുപടി കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് റോങ് മോട്ടീവ്, എങ്ങനെയാണ് വാട്ട് ഇസ് ദ റൈറ്റ് വേ ടു പ്രേ ആൻഡ് ഹൗ ടു പ്രേ, എങ്ങനെ പ്രാർത്ഥിക്കണം? വേദോസത്തിൽ ഒത്തിരി പേരുടെ പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആരുടെ എഴുതിയിട്ടുണ്ട്? സങ്കീർത്തനം നോക്കുവാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുക. എന്നാൽ പുതിയ നിയമം ഞാൻ ചോദിക്കാം. കാരണം സങ്കീർത്തനം പലതും പാട്ടും പ്രാർത്ഥനയും. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയുള്ളത് പൗലോസിന്റെ 32 പ്രാർത്ഥനകൾ വേദോസത്തിൽ എഴുതിയിട്ടുണ്ട്. എത്ര പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്? 32 പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. ഇത് 32 പ്രാർത്ഥനയും കവർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും 7 പ്രാർത്ഥന, പൗലോസിന്റെ 7 പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ പൗലോസ് 2 കാര്യം പറയുന്നുണ്ട്. ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചു, ഞാൻ എന്തിനു പ്രാർത്ഥിച്ചു. എന്തോ പറയുന്നത്? ഹൗ ഡിഡ് ഐ പ്രേ ആൻഡ് വാട്ട് ഡിഡ് ഐ പ്രേ ഫോർ. നമ്മൾ 4 കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. ആൻഡ് വി ആർ ഗോയിങ് ടു യൂസ് ദാറ്റ് ആസ് എക്സാമ്പിൾ. നമ്മളും അങ്ങനെ തന്നെ നമുക്കത് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. 1 തെസ്സലോനിയർ 3-ാം അധ്യായം അതിന്റെ 9 മുതൽ ഉള്ള വാക്യങ്ങളിൽ പൗലോസ് എങ്ങനെ പ്രാർത്ഥിച്ചു, എന്തിനു പ്രാർത്ഥിച്ചു. ഒന്നാമത്തെ കാര്യം 1 തെസ്സലോനിയർ ചാപ്റ്റർ 3 verse 9 to 13 പൗലോസ് എങ്ങനെ പ്രാർത്ഥിച്ചു, എന്തിനു പ്രാർത്ഥിച്ചു. ഓക്കെ, വായിച്ചേ. നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി ദൈവത്തിന് എന്തൊരു സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളാൽ കഴിയും. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ. എങ്ങനെ പ്രാർത്ഥിച്ച്? രാവും പകലും. അവിടെ അങ്ങനെ പറഞ്ഞത് നൈറ്റ് ആൻഡ് ഡേ കെപ്റ്റ് പ്രേയിങ് മോസ്റ്റ് ഏർണസ്റ്റ്ലി. എന്തോ പ്രാർത്ഥന? ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. നമ്മൾ പറ്റിയ ചിലപ്പോൾ 2 മിനിറ്റ് പ്രാർത്ഥിക്കും. Paul is telling night and day I keep praying for you earnestly. ശരിക്കും പറഞ്ഞാൽ ഈ തെസ്സലോനിയർ ഈ ഭാഗം എഴുതുമ്പോഴേ ആ സഭയ്ക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അവിടെ വഴക്കൊന്നും ഇല്ലായിരുന്നു. ഇവർ ആത്മീയമായിട്ട് നല്ല വളർച്ചയുള്ളവരും ഒരു തീഷ്ണതയുള്ള ഗ്രൂപ്പുമാണ്. എന്നിട്ടും അവർക്ക് വേണ്ടി ഡേ ആൻഡ് നൈറ്റ് മോസ്റ്റ് ഏർണസ്റ്റ്ലി ഹി പ്രേഡ്. അത്ഭുതങ്ങൾ കാണാത്തതിന് കാരണം പൗലോസിനെ പോലെ പ്രാർത്ഥിക്കുന്നവരില്ലാത്തത് കൊണ്ട്. ചേച്ചി എന്ന് പറഞ്ഞതുപോലെ എന്റെ ആഗ്രഹം, കർത്താവേ എനിക്ക് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റണമേ. ഡേ ആൻഡ് നൈറ്റ് മോസ്റ്റ് ഏർണസ്റ്റ്ലി ഐ പ്രേ. ഓക്കെ, ഡേ ആൻഡ് നൈറ്റ് നമ്മൾ പ്രാർത്ഥിച്ച എന്തോ പ്രാർത്ഥിക്കാൻ പോകുന്നത്? അവിടെ പറയുന്നത് that you might be complete in Christ. എന്തിനാ പ്രാർത്ഥിച്ചേ? what is being complete in Christ? പ്രാർത്ഥന തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. വായിച്ചതായിട്ട്. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി. വിശ്വാസത്തിന് കുറവുണ്ടെന്ന്. There is a completion of their faith that needs to happen. എന്ത് completion of faith? വായിച്ചേ. ഞങ്ങൾ താല്പര്യത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി നിർത്തി പെരുമാറാകട്ടെ. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടുമെന്ന്. എങ്ങനെ വാട്ട് ഇസ് കംപ്ലീഷൻ? പൗലോസ് പറയുന്ന വാക്കുകൾ ഓർത്തേക്ക് that they will be without blame in holiness in the second coming of Christ. That is completion. ഞാൻ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ആമേൻ.
എന്തോ പറയണ്ടെന്ന് അറിയത്തില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്റെ കർത്താവെ, ഞാനിപ്പോ പ്രാർത്ഥിക്കുക, ഇന്ന സഹോദരൻ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ഒരു തെറ്റുമില്ലാതെ, ഒരു കുറവുമില്ലാതെ, പരിശുദ്ധിയോടുകൂടെ, വിശുദ്ധിയോടുകൂടെ പൂർണ്ണനായി നിൽക്കാൻ വേണ്ടി ഞാൻ രാവും പകലും ഏണസ്റ്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്നത്. അയ്യോ, തെസ്സലോനിയർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. 2 കൊരിന്ത്യർ 13-ാം അധ്യായം 7-ാം വാക്യം. പൗലോസ് കൊറിന്ത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ തെസ്സലോനിയർക്ക് എന്തില്ല, വലിയ കുഴപ്പമൊന്നും ഇല്ല. അവർക്ക് ഒരു കുഴപ്പമേ ഉള്ളായിരുന്നു. അവരെ ചെറിയ ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്തു, കർത്താവ് ഓൾറെഡി വന്നു, അങ്ങനെ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ അവരിൽ ചില ആൾക്കാർക്ക് ജോലി ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ കൊറിന്ത് സഭ എങ്ങനെയല്ല, അവര് വളരെ മോശം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച എങ്ങനെയാണെന്നറിയാം. 2 കൊരിന്ത്യർ 13-ന്റെ 7-ാം വാക്യം. 2 കൊരിന്ത്യർ 13-ന്റെ 7-ാം വാക്യം. നിങ്ങൾ ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറയാ, നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കാൻ. അല്പം ചെയ്താൽ കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞു. ഇവരെന്തോ ഒരു ദോഷവും ചെയ്യാതിരിക്കാൻ, ഒരു ദോഷവും ചെയ്യാതിരിക്കാൻ. നിങ്ങൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അവിടെ എന്തോ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ കൊള്ളാകുന്നവരായി തോന്നേണ്ടതിനല്ല. അയ്യോ, അങ്ങനെ ഒരു സോക്കേട് അവർക്ക് ഉണ്ടായിരുന്നത്. മറ്റുള്ളവർ കാണുമ്പോ എങ്ങനെ തോന്നണം, ഞങ്ങൾ കൊള്ളാവുന്നവരാണ്. ഇത് മനുഷ്യ സഹജമാണ്. That I need to be approved in front of people. പൗലോസ് പറയുന്നത്, not that we ourselves may appear approved. പിന്നെന്തോ വായിച്ചു, ഞങ്ങൾ കൊള്ളരുതാത്തവർ എന്ന പോലെ ഇരുന്നാലും ആൾക്കാരുടെ മുമ്പിൽ വലിയ ഇമേജ് ഇല്ലെങ്കിലും നന്മ ചെയ്യേണ്ടതിനകത്ത് നിങ്ങൾ നന്മ ചെയ്യാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒന്നിനുള്ള എല്ലാരും പറയൂ, ഈ സഭ ഭയങ്കര രസമാണല്ലോ എന്ന് പറയാനല്ല, പിന്നെന്തെന്നാ, നിങ്ങൾ നന്മ ചെയ്യാൻ. എന്ത് നന്മ ചെയ്യുമെന്ന് പറഞ്ഞത്? അതിന് 9-ാം വാക്യം വായിച്ച ചേച്ചി. പിന്നെ ഒരു പ്രാർത്ഥന അവിടെ പറയുന്നു, നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു, നിങ്ങളുടെ യഥാസ്ഥാനത്വത്തിനായി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, we pray that you may be made complete. പൗലോസ് ഈ സഭകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി ഇടവിടാതെ രാവും പകലും ഈ സഭയുടെ വ്യക്തിപരമായിട്ടുള്ള പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അന്നേരം ഒന്ന് ചേർന്ന് പറഞ്ഞു, ഫസ്റ്റ് we should pray that God's people are complete. എന്ന് പറഞ്ഞേ, God's people are complete. Complete. God's people are complete. 2, praise the Lord, കൊലോസ്യർ 4-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പൗലോസ് കാണാത്ത ഒരു സഭയാണ്. പൗലോസ് കാണാത്ത സഭ, അവിടെ ഇതുവരെ ചെന്നിട്ടില്ല. അവിടെയുള്ള 2-3 പേര്, ഫിലോമോനും ഒനേസിമോസും ടൈക്കിക്കസും ഒക്കെ പണ്ട് തെസ്സലോനിയറിലായിരുന്നപ്പോ പൗലോസിന്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ടവർ. അവര് പോയി എസ്റ്റാബ്ലിഷ് ചെയ്ത സഭയാണ്. ആ സഭയ്ക്ക് വേണ്ടി പൗലോസിന്റെ പ്രാർത്ഥന, കൊലോസ്യർ 4-ാം അധ്യായം അതിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യം. പ്രാർത്ഥനയിൽ ഉച്ചരിപ്പീൻ. പ്രാർത്ഥനയിൽ എങ്ങനെ ഇരിക്കണ്ടേ? പ്രാർത്ഥനയിൽ എങ്ങനെ ഇരിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു 2 കാര്യങ്ങളാണ് ഓരോരുത്തർക്കും പഠി. ഹൗ ഡിഡ് ഹി പ്രേ ആൻഡ് വാട്ട് ഡിഡ് ഹി പ്രേ. എന്ത് പ്രാർത്ഥന പറയാൻ പോകുന്നത്? ഹൗ ഡിഡ് ഹി പ്രേ ആൻഡ് വാട്ട് ഡിഡ് ഹി പ്രേ. പൗലോസ് അവിടെ പറയുന്നത്, ഡിവോട്ട് യുവർസെൽഫ് ടു വാട്ട്? ടു പ്രേ. അന്നേരം പല കാര്യത്തിന് എനിക്ക് ഡിവോഷൻ ഉണ്ടാകാം, പക്ഷെ എന്തോ ചെയ്യേണ്ടത്? I should devote myself to prayer. എങ്ങനെ ഡിവോട്ട് ചെയ്യേണ്ടത്? അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുള്ളത്? ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്, ഡിവോട്ട് യുവർ സെൽഫ് ഇൻ പ്രേയർ കീപ്പിംഗ് അലേർട്ട്. ശ്രദ്ധിച്ച്. ഇപ്പൊ ഞാൻ എല്ലാവരോടും ചോദിക്കും, നമുക്കൊക്കെയും വളരെയധികം ലോകത്തില് നമ്മള് ഒരു ഭയങ്കര ചിന്തിക്കാൻ വയ്യാത്ത ഒരു കഷ്ടത നമ്മൾ കണ്ടതാണ്. വയനാട്ടിലെ സംഭവം ഇല്ലേ? ഇപ്പൊ ഇവിടെ വയനാട്ടിലെ സംഭവം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നടക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ എന്തോ ചെയ്യും? അലേർട്ടായിട്ട് ശ്രദ്ധിക്കും. എപ്പോ ഓടണം നോക്കിയിരിക്കും അല്ലേ? ഈ വരുന്ന ലാൻഡ്സ്കേപ്പിനെങ്ങാട്ടി വലിയ പുള്ളിയാ പുറത്ത് നിൽക്കുന്നത് വിശാൽ.
അന്നേരം നമ്മൾ എത്രത്തോളം അലേർട്ടായിട്ട് പ്രാർത്ഥിക്കണം? ആമേൻ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കാരണം അലേർട്ടായിട്ട് നിന്നില്ലെങ്കിൽ നശിപ്പിച്ച് കളയാൻ ഒരുത്തം പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുക. അന്നേരം ദൈവമക്കൾ എന്ത് ചെയ്യണം? ഡിവോട്ട് യുവർ സെൽഫ് ടു ബി അലേർട്ട് ഇൻ പ്രയർ. നമ്മൾ അങ്ങനെ ആയിരിക്കണം. അത്ര ശ്രദ്ധയോടെ കൂടെ വേണം. Yes. ആമേൻ. ഇവിടെ ഉള്ളവർക്ക് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞ മനസ്സിലാവും. നമ്മുടെ ഒരു ഫയറിന്റെ അലാറം ഉണ്ടല്ലോ, അടിച്ചാൽ പോലും നമ്മൾ എത്ര അലേർട്ട് ആയിരിക്കും, ഇല്ലേ? എത്ര അലേർട്ട് ആയിരിക്കും. ആ അലേർട്ട്നെസ് എങ്കിലും നമ്മൾ പ്രാർത്ഥന കാണിക്കുന്നുണ്ടോ? എന്തിനാണ് പൗലോസ് കൊളോസ്യ സഭയോട് അലേർട്ടായിട്ട് ഡിവോട്ട് ആകണമെന്ന് പറയാൻ കാരണം? അവിടെ പറഞ്ഞിട്ടുണ്ട്, വായിച്ച്. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ആമേൻ, ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സിമ്പിൾ ആയിട്ട് പറയാം. എന്റെ കർത്താവേ, നിങ്ങൾ എല്ലാം അലേർട്ടായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം. കാരണം എന്നറിയോ? ദൈവവചനത്തിന്റെ ഡോർ ഒന്ന് ഓപ്പൺ ആകണം. എനിക്ക് പറയാനായിട്ട് പരിജ്ഞാനം തരണം. അതാ പറഞ്ഞത്. Yes. ആമേൻ. അതാ പറഞ്ഞത്. എനിക്ക് പറയാൻ ബുദ്ധി തരണം. ദൈവത്തിന്റെ വഴി, ഡോർ ഷുഡ് ബി ഓപ്പൺ ഫോർ മിനിസ്ട്രി. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? Do we pray like that? Lord, I pray, I am alert, I am devoting myself to pray that there will be open doors for ministry and I will be able to present the ministry and I can be the mouthpiece of God. ആമേൻ. ദൈവത്തിന്റെ വചനത്തിന്റെ മൗത്ത് പീസ് ആകാൻ. പൗലോസിന് കൊളോസ്യ സഭ എഴുതിയപ്പോഴത്തേക്കിന് എന്നാ കൊളോസ്യ ലേഖനം എഴുതുന്നല്ലോ? 61 62 ആ സമയത്ത് ഒരു 15 വർഷത്തോളം സുവിശേഷം പറഞ്ഞ അത്രയ്ക്ക് പ്രാക്ടീസ് ഉള്ള മനുഷ്യനാണ്. ഈ മനുഷ്യൻ പറയുന്നത് ഇന്നും ദൈവജനം പറയാൻ, ദൈവമേ നിങ്ങളത് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി, എനിക്ക് വചനത്തിന് എന്ത് ചെയ്യണം? വഴി വഴി തുറക്കണം. തുറക്കണം. കൊളോസ്യ സഭ ആവശ്യത്തിലുള്ള വഴി തുറന്നാൽ അവിടെ നന്നായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയ ചർച്ച. എന്നാലും പൗലോസിന്റെ ആഗ്രഹം എല്ലായിടത്തും വഴി തുറക്കണം. 2 കാര്യം നമ്മൾ പഠിച്ചു. ഒന്ന്, that a Christian will be complete എന്ന് പറഞ്ഞ a child of God will be Complete. complete. Number 2, for an unbeliever there is an open door. എന്ത് ചെയ്യണം? For an unbeliever there is an open door. അവിശ്വാസിയുടെ മധ്യയെ കർത്താവിന് വേണ്ടി തുറക്കുന്ന ഒരു വാതിലിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ കർത്താവ്, ഈ സിറ്റിയിൽ എത്ര പേരുണ്ട്, അവരുടെ മധ്യ എന്ത് ചെയ്യണം? ഒരു വാതില് തുറക്കണം. കൊളോസ്യ സഭയെ തന്നെ 1-ാം അധ്യായം അതിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യം. പൗലോസിന് പ്രാർത്ഥന, ഞാൻ പറഞ്ഞു എത്ര പ്രാർത്ഥനയുണ്ട് പൗലോസിന്റെ? 32 പ്രാർത്ഥന വേദപുസ്തകത്തില് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഓർത്ത് നോക്കി, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതല്ലേ? എബ്രായരെ ശ്രദ്ധിച്ച് 14 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ 32 പ്രാർത്ഥന പക്ഷെ ഇതിന്റെ അകത്തൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഹൗ മച്ച് ഹി വാസ് ഡിപെൻഡന്റ് ഓൺ പ്രയർ. ക്ലോസിയർ 1-ാം അധ്യായം 9 മുതൽ താഴോട്ടുള്ള വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. How did he pray? ഒരു കാര്യം ഒരു വിഷയം കേട്ടു. ആരെ കുറിച്ചാണ് കേട്ടത്? അവിടെ ഒരു ചർച്ച തുടങ്ങിയാണ്. എവിടെ ചർച്ച തുടങ്ങി? പൗലോസ് പോയി തുടങ്ങിയതല്ല. കൊളോസ്യർ എന്ത് ചെയ്തു? ഫിലിമോന്റെ വീട്ടിലൊരു ചർച്ച ഉണ്ടെന്ന് അറിഞ്ഞ നിമിഷം തൊട്ട് എന്ത് ചെയ്തു? ഇടവിടാതെ പ്രാർത്ഥിച്ചത്. ഓൾറെഡി പ്രേ, ഇടവിടാതെ. ഇനി കേട്ടല്ലോ, ഞാൻ ഒരു കാര്യം, നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ ദൈവവചനം പറഞ്ഞിട്ട് ഒരാളെ കർത്താവിൽ, ആ വ്യക്തി അവരുടെ സിറ്റിയിൽ പോയി ഒരു ചർച്ച തുടങ്ങി, നിങ്ങൾ എന്താണ് ആ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അവിടെ പോയി നോക്കാതെ എന്തുമായിരിക്കും ആ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? നിലനിർത്തണമേ, വളർത്തണമേ എന്നുള്ളതൊക്കെ നല്ല പ്രാർത്ഥന. എന്നാൽ പൗലോസ് ഇതൊന്നുമല്ല പ്രാർത്ഥിച്ചു. ഒന്ന് വായിച്ച്, പൗലോസ് എന്താ പ്രാർത്ഥിച്ചു? നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിനും വിവേകത്തിനും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ചുരുക്കം പറഞ്ഞ ഞാൻ അതിന്റെ ഓർഡറിലായിട്ട് പറയും.
that your knowledge of God will increase. Your wisdom will increase. You will walk worthy. And you will know how to live a respectful and a worthy life. You will be anointed in the Holy Spirit. You will help the saints. You will grow together. And for that, I am praying. Amen. Amen. The knowledge of Christ. നമ്മൾ എന്തൊക്കെയാ പ്രാർത്ഥിക്കുന്നില്ല. ആ സമയം അസുഖമുള്ളവരില്ലായിരുന്നു, ഉണ്ടായിരുന്നു. ആ സമയം രോഗികളുണ്ടായിരുന്നു. അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. We all should pray for that. But petition is not the primary point of your prayer. Purification is the primary point of your prayer. പാമ്പിന്റെ പോയിസൺ മാറിയില്ല, വൾച്ചറിന്റെ പാഷൻ മാറിയില്ല, എന്നാൽ കാറ്റർപില്ലറിന് പ്യൂരിറ്റി ഉണ്ടായി. അതല്ലേ മാറ്റം. കാരണം ഇൻസൈഡ് ഔട്ട് മാറ്റം ഉണ്ടായി. അന്നേരം നമ്മൾ പോയിസൺ മാറ്റി, പാഷൻ മാറ്റി, പ്യൂരിറ്റിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതാരുടെ? ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം മീ. എന്നിൽ തുടങ്ങും. എങ്ങനെ പ്രാർത്ഥിച്ചത്? ഡേ ആൻഡ് നൈറ്റ്, ഡിവോട്ടഡ് ആൻഡ് അലേർട്ട്, without ceasing. Without ceasing. Praise the Lord. റോമാലേഖനം 10-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ പ്രാർത്ഥിച്ചത് പൗലോസ്. ഈ ഒരു വാക്യമാണ് എന്നെ വളരെയധികം, യാക്കോബിന് 4:2 കൂടെ ചേർത്ത് വെച്ചാണ് എന്നെ ഒത്തിരി സ്പർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. ഇത് എന്നെ ഒത്തിരി കൺവിക്ട് ചെയ്ത ഒരു കാര്യമാണ്. എന്നെ ഒത്തിരി ഇറ്റ് കൺവിക്റ്റഡ് മീ സോ മച്ച്. 10-ാം അധ്യായം Romans 10:1. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. ഞാൻ എന്നോട് ചോദിക്കുകയായിരുന്നു, അനേകം വിഷയങ്ങളിൽ എനിക്ക് നല്ല ഹൃദയവാഞ്ചയുണ്ട്. അതുകൊണ്ട് പക്ഷെ പൗലോസ് പറഞ്ഞതുപോലെ മൈ ഗ്രേറ്റ് ഡിസയർ ആൻഡ് മൈ പ്രയർ, എനിക്ക് ആഗ്രഹിക്കാം, എന്തും ആഗ്രഹിക്കാം. എനിക്ക് ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടായി, അനേകം കാര്യങ്ങൾ എനിക്ക് ആഗ്രഹിക്കാം. എന്നാൽ ഞാൻ എന്തും കൂടെ ചെയ്യണം? പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവമേ, എന്റെ ഹൃദയം ദൈവം രൂപാന്തരപ്പെടുത്തി യേശുവിനെ പോലാക്കി നല്ല ചിന്തകൾ എന്റെ ഹൃദയത്തിൽ തരണം. എന്നാൽ ആ നല്ല ചിന്തകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. It is one thing to desire good, but it's the right thing to pray for your desire. ഞാൻ പറഞ്ഞ കേട്ടോ? എന്തിനാണ് പ്രാർത്ഥിച്ചത്? സഹോദരന്മാർ രക്ഷിക്കപ്പെടണം. ഈ സഹോദരന്മാരാരാ? യഹൂദന്മാരെ. ഒരു രീതിയിലും രക്ഷിക്കപ്പെടാൻ സാധ്യതയില്ലാത്തവർ. ഒരു സ്ഥലത്ത് ഞാൻ തന്നെ ദൈവത്തിൽ അവർക്ക് വേണ്ടി ഇപ്പൊ ഇടവിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ പൗലോസിനെ ഏറ്റവും കൂടുതൽ അടിക്കുകയും ദോഷം ചെയ്യുകയും പെർസിക്യൂട്ട് ചെയ്യുകയും കൊല്ലാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാ പറഞ്ഞത്. My desire, brethren, is that I am praying that they will come to salvation. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇവരുടെ കണ്ണ് തുറക്കണേ നല്ല പ്രാർത്ഥിച്ചത്, ഇവരുടെ സ്വഭാവം മാറണേ നല്ല പ്രാർത്ഥിച്ചത്. പിന്നെന്തെന്നാ? ഇവര് രക്ഷിക്കപ്പെടണമെന്നാ പ്രാർത്ഥിച്ചത്. കാരണം സ്വഭാവം മാറുന്നതും ബാക്കിയല്ല എന്തെന്നാ? രക്ഷയുടെ റിസൾട്ടാ. So his prayer was very simple. I am praying, I'm desiring and I'm praying that they will be saved. Very simple. My prayer to God for them is for their salvation. യഹൂദനെ അതിൽ കൂടുതൽ കളിയാക്കാൻ പറ്റുമോ? കാരണം ആത്മീയമായിട്ട് അങ്ങ് മേളിൽ ഇരിക്കുന്ന പുള്ളികളാണ്. അവരെ കുറിച്ചാണ് പറഞ്ഞത് I am praying for their salvation. We learned 4 things. 1, day and night earnestly praying for completion. Devoting and being alert for an open door. ഒരു വഴി തുറക്കുവാൻ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട്. I'm speaking to myself. How much I'm praying that in this city there will be an open door. 3, without ceasing from the time I heard. I'm praying for what? Your knowledge of Christ will increase. You will walk worthy. കൊളോസ്യ സഭയിൽ ഒന്ന് ഓർത്തോണ്ട് ഒരു കുഴപ്പമില്ലാത്ത സഭയായിക്കോട്ടെ, വലിയ കുഴപ്പമൊന്നും ഇല്ല. ഇത് ഫിലോമോന്റെ വീട്ടിൽ കൂട്ടുന്നതാണ്. കാരണം ഫിലോമോന് വേണ്ടി എഴുതുമ്പോൾ പറയാം I know what you're doing. അത്ര ഒരു കുഴപ്പമില്ലാത്ത സഭയാണ്.
അവർക്ക് വേണ്ടി പറയുന്നത്. യു വിൽ വാക്ക് വർതി. അടുത്തെന്താ പറഞ്ഞേ? ദാറ്റ് യു ആർ മൈ ഡിസൈറിങ് ദാറ്റ് യു വിൽ കം ടു സാൽവേഷൻ ആൻഡ് ഐ എം പ്രേയിങ്. ആഗ്രഹിക്കുമല്ല, പ്രാർത്ഥിക്കുക. 3 കാര്യങ്ങളോട് ക്വിക്ലി വി ലേൺ. Ephesians chapter 3 verse 14 to 19. എഫേസ്യർ 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ എഫെസോസ് സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എഫെസോസ് സഭയ്ക്ക് വേണ്ടി 2 ഇടത്ത് പ്രാർത്ഥിക്കുന്നത്. 3:14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അതുനിമിത്തം ഞാൻ സ്വർഗത്തിനും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ആർക്ക് വേണ്ടി? സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാ? സഹോദരങ്ങൾക്ക് വേണ്ടി. ഈ സഭ എന്തുവെന്നറിയാമോ? 3 വർഷം 2000 പ്രസംഗങ്ങൾ പ്രസംഗിച്ച് ഇപ്പോൾ തിമത്തിയോസ് പാസ്റ്ററായിട്ട് നിൽക്കുകയും യോഹന്നാൻ ശുശ്രൂഷ ചെയ്ത സഭയ്ക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. ആർക്ക് പ്രാർത്ഥന ആവശ്യമില്ലെങ്കിലും വലുതായിട്ട് ആവശ്യമില്ലാത്ത ആൾക്കാരാ എഫെസോസ് സഭ. കാരണം അവർക്ക് എല്ലാം തികഞ്ഞ ആൾക്കാരാ, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നീഡിങ് ഡൗൺ ഫോർ യു ഫോർ വാട്ട്? വായിച്ചേ. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ നല്ല ഐറ്റം എവിടെ ഉണ്ടെന്ന് അറിയാമോ? ഇവിടെ ഉണ്ട്. നല്ല അറിവുണ്ട്. കാരണം എല്ലാരും ഞാൻ പഠിപ്പിച്ചതാ. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണോ. ഓ, പൗലോസിന്റെ 2000 പ്രസംഗം കേട്ടവർ, തിമത്തിയോസ് പാസ്റ്ററായിട്ട് നിൽക്കുന്ന, യോഹന്നാൻ സ്ഥിരമായിട്ട് പോകുന്നവര്, അവരോട് പറയുന്നത് ഞാൻ എന്റെ പ്രാർത്ഥന ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടും. ദാറ്റ് യുവർ ഇന്നർ മാൻ വിൽ ബി സ്ട്രോങ്. എന്തിനാ വായിച്ചു? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത്. That's the only way Christ can dwell in you. Unless and until you are strengthened in the Holy Spirit in the inner man, Christ cannot dwell in you. വായിച്ചേ. ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറവിനോടും English saying that the fullness of God will be surpassed in you. It will fill in you. It will overflow in you. That I pray that you will be strengthened in your inner man. ഇങ്ങനെയൊക്കെ ആയിരിക്കണം പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഈ പ്രാർത്ഥന മറുപടി തന്ന കർത്താവ് തന്നെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തൊരു പ്രയാസപ്പെടുത്തുന്ന കാര്യമില്ല. He knelt down. For what? That people will be rooted in Christ. People will be abounding in love. They will come to fullness in God. They will be strengthened in the inner man. എഫേസ്യർ 1-ാം അധ്യായം 16 മുതൽ 19 വരെയും പൗലോസ് ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ അവിടുത്തെ വിഷയം ഒരു അല്പം വ്യത്യാസം. എഫേസ്യർ 1-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം. പൗലോസ് കേട്ടു. എങ്ങനെയാണെന്നറിയാം? പൗലോസ് കേട്ടു ഇവര് നന്നായിട്ട് ജീവിക്കുന്ന വിശ്വാസികളാണ്. ഏതാ? ഇവര് നന്നായിട്ട് നിൽക്കുന്ന വിശ്വാസികളാണ്. ഈ ഒരു ടെസ്റ്റ് ഒക്കെ നമ്മുടെ ചർച്ചനെ കുറിച്ചൊക്കെ ഉണ്ടാകണേ. പൗലോസിന്റെ അടുത്ത് വന്ന് പറയാം ഇവര് നന്നായിട്ട്. അങ്ങനെയായിരുന്നെങ്കിൽ പൗലോസ് ഓർത്തന്നെ ഇനി എനിക്കൊരു വെക്കേഷന്റെ സമയം. പൗലോസ് പറഞ്ഞു അത് കേട്ടപ്പോ തന്നെ ഞാൻ നിർത്താതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നന്നായിട്ട് ഇരിക്കുന്നെന്ന് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? ഞാൻ അവർക്ക് വേണ്ടി നിർത്താതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തിനാ? ഒന്ന് ഓർത്തോക്കെ, ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നന്നായിട്ടൊരു സഭ ജീവിക്കുന്നത്, എല്ലാരും നന്നായിട്ട് നിൽക്കുന്നത് അവർക്ക് വേണ്ടി എന്തോ പ്രാർത്ഥിക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്, കർത്താവേ ഇവരെ ശക്തമായിട്ട് ഉപയോഗിച്ചതിന് സ്തോത്രം എന്നല്ലേ പ്രാർത്ഥിക്കണ്ടേ? പൗലോസ് അങ്ങനെ അല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വായിച്ച്
നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയും നിങ്ങളെ ഓർത്തുകൊണ്ട് ആഹാ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും ഉം. മഹത്വമുള്ള പിതാവുമായവൻ ഉം. നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും അന്ന് ഇത്ര നേരം ഇല്ലായിരുന്നു ഇവർക്ക്. അധികമായിട്ട് കൊടുക്കണം. ഇത്രയും പോരെ കർത്താവേ. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ ഇവർക്ക് തരേണം. കൊടുക്കണം. എന്തിനാ? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് ഹൃദയദൃഷ്ടി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ സഭ കേൾക്കുവാണെങ്കിൽ അവർക്കൊരു സങ്കടം തോന്നത്തില്ല. ഞങ്ങൾ ഇത്ര ഡീസെന്റ് ആയിട്ടൊക്കെ ജീവിച്ചിട്ട് ഇതൊക്കെയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. കാരണം ഇത്രയും പോരാ. യു വിൽ നെവർ അണ്ടർസ്റ്റാൻഡ് ഹൗ ബിഗ് അവർ ഗോഡ് ഇസ്. യു വിൽ നെവർ അണ്ടർസ്റ്റാൻഡ് ദ നോളജ് ഓഫ് ഗോഡ്. യു നെവർ അണ്ടർസ്റ്റാൻഡ് ദ വിസ്ഡം ഓഫ് ഗോഡ്. യു വിൽ നെവർ അണ്ടർസ്റ്റാൻഡ് ദ റെവലേഷൻസ് ഓഫ് ഗോഡ്. അത് കൂടുതൽ 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 പ്രാപിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് എല്ലാം അറിയാമെന്നുള്ള ചിന്ത പിശാചിൽ നിന്നാണ്. എല്ലാം അറിയാം, അല്ലെങ്കിൽ എനിക്ക് ഒരുമാതിരി എല്ലാം അറിയാമെന്ന് ചിന്തിക്കുന്നതൊക്കെ ജഡത്തിൽ നിന്നാണ്. പൗലോസ് പ്രാർത്ഥിച്ച കർത്താവിലുള്ള പരിജ്ഞാനം, കർത്താവിന്റെ വിസ്ഡം, കർത്താവിന്റെ റെവലേഷൻ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാകാനും നിങ്ങളുടെ അന്തരത്തിന്റെ ആ കണ്ണുകൾ തുറക്കാനും ദ ഐ ഓഫ് your heart may be enlightened that you may know the hope of his calling. അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും ആ. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും ആ. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും ആ. നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഞാൻ നല്ലൊരു തീരുമാനം എടുത്തു. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇനി പ്രാർത്ഥിക്കുമ്പോ ഈ വാക്യങ്ങൾ അങ്ങ് വായിക്കാൻ എനിക്ക് ഇത് വായിച്ച കാണാൻ പഠിച്ചോ. കാരണം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെ മാറും. ഞാനിന്ന് പറഞ്ഞ പോയിന്റ്സ് ഒന്നും നിങ്ങൾ നാളെ രാവിലെ ഓർത്തില്ലെങ്കിലും ഈ വാക്യങ്ങൾ ഓർത്ത് വായിച്ച് പ്രാർത്ഥിക്കും. അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയണം. അതിനുവേണ്ടി അവന്റെ വിളിയാലുള്ള യേശുവിനെ കുറിച്ച് ജനം കൂടുതൽ അറിയണമെന്നും ജനം കൂടുതൽ യേശുവിനെ പോലെ ആകണമെന്നും ഈ ഒരു മനുഷ്യന്റെ ഒരു ഒന്ന് ഓർത്ത് നോക്കിയേ. എന്തോ എന്തോ ഇത്. ഏഴാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് we'll get into Holy Communion. ഫിലിപ്പിയർ സഭ പൗലോസിന്റെ ഫേവററ്റ് സഭയായിരുന്നു. ഫിലിപ്പിയർ സഭ പൗലോസിന്റെ ഫേവററ്റ് സഭയായിരുന്നു. കാരണം പൗലോസിനെ ഇത്രയും സാമ്പത്തികമായിട്ട് സഹായിച്ച സഭയുമില്ല കേട്ടോ. വളരെ വളരെയധികം. അതും പൗലോസ് ഒരിക്കലും എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് സ്വപ്നത്തിൽ ചിന്തിക്കാനും സഭയുണ്ട്. അറിയാമല്ലോ, മാസഡോണിയ പോകാൻ ഒരു രീതിയിലും ചിന്തിച്ചാൽ അവിടെ പോയി അത്ഭുതം കൊണ്ട് ജനിച്ച ഒരു സഭ. അത്ഭുതം സംഭവിച്ചു. അത്ഭുതം ഒന്നല്ല, 3 അത്ഭുതങ്ങൾ ഒരേ അടിക്ക് സംഭവിച്ച് ജനിച്ച ഒരു സഭയാണ്. ഈ സഭയെക്കുറിച്ച് പൗലോസിന് ഭയങ്കര ആഗ്രഹം. പൗലോസ് എഴുതിയ പുസ്തകങ്ങള് ഒരു തെറ്റ് പോലും ഒരു സഭയെക്കുറിച്ച് പറയാത്തത് ഈ സഭയെക്കുറിച്ച് മാത്രമേ. 4-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ 2 സ്ത്രീകൾ ഒരു രമ്യതയിൽ ഇരിക്കണമെന്ന് പറഞ്ഞ്, എന്നാലും അവരെ കുറിച്ച് കുറ്റമൊന്നും പറഞ്ഞൊന്നുമില്ല. എന്നാൽ ഒരു തെറ്റും ഇല്ലാഞ്ഞ ഒരു സഭ. ഈ സഭയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ വായിച്ച് ഫിലിപ്പിയർ 1-ാം അധ്യായം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 verse 9 to 11. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും 8-ാം വാക്യം കൊണ്ട് വായിച്ചു. 8 തൊട്ട് വായിച്ചു. എന്നാലും അതിന്റെ ഒരു ആത്മതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. എന്നാന്നറിയാം, ജയിലില്ല അവരെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. കാരണം ഇവര് ഭയങ്കര ഒരു സപ്പോർട്ടാണ് പൗലോസിന്. ഫസ്റ്റ് അറസ്റ്റില് അപ്പോസ്തല പ്രവൃത്തി 28-ലുള്ള കഥയാണ്. ഇവര് അറസ്റ്റായിട്ട് കിടക്കുക. എനിക്ക് ഭയങ്കര ആഗ്രഹം നിങ്ങളെ കാണാൻ. അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാരെ, കൂടുതലും വ്യക്തികളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സഭയെ കുറിച്ച് ഇവരെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റോമൻസ് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെ ഭയങ്കരമായിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹവും പിന്നെ പ്രാർത്ഥിച്ചിങ്ങനെ വായിച്ചു. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാനാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിന്റെ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഐ പ്രേ എന്തൊക്കെയാണെന്നറിയാം, that your love might abound, that you will be sincere, you will be blameless, and you will be filled with the fruit of righteousness
righteousness. ദൈവത്തിന്റെ നീതിഫലം നിറഞ്ഞവർ. എന്ത് ഫ്രൂട്ട് ഓഫ് റൈച്ചസ്നസ്? ഫുൾനെസ് എന്താണ് ഫ്രൂട്ട് ഓഫ് റൈച്ചസ്നസ്. എന്താണ് ഫ്രൂട്ട് ഓഫ് റൈച്ചസ്നസ്? നിത്യജീവൻ. രണ്ടു മൂന്ന് ആൾക്കാര് യോഹന്നാൻ സ്നാപകന്റെ അടുത്ത് സ്നാനപ്പെടാൻ വന്നപ്പോ പറഞ്ഞു ഓർക്കുന്നുണ്ട്, ബ്രോഡ് ഓഫ് വൈപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട്, ബിക്കോസ് യു ആർ നോട്ട് ഷോയിങ് ദ ഫ്രൂട്ട് ഓഫ് റൈച്ചസ്നസ്. ഫ്രൂട്ട് ഓഫ് റൈച്ചസ്നസ് എന്ന് പറയുന്നത് എനിക്കിനി നീതിയോടുകൂടെ ജീവിക്കണം, എനിക്കിനി അശുദ്ധി ഇഷ്ടമല്ല, എനിക്ക് യേശുവിനെ പോലെ ആകണം. അതാ ഫ്രൂട്ട് ഓഫ് റൈച്ചസ്നസ്. അത് കാരണം അനേകം മാറ്റങ്ങളുണ്ടാവും. അത് പൂർത്തിയിലേക്ക് വരാനായിട്ട് സഭയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനുള്ള സ്നേഹം നിങ്ങളിൽ വർദ്ധിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് എങ്ങനെയൊക്കെയാ പ്രാർത്ഥിച്ചത്? ഇടവിടാ ഇത്രയും മിനിസ്ട്രി ഓടി നടന്ന മനുഷ്യൻ എന്ത് കോംപ്രമൈസ് ഇല്ലായിരുന്നു? ഇടവിടാതെ ഡേ ആൻഡ് നൈറ്റ് he prayed, devoted in prayer and was alert. നമ്മൾ ഇരുട്ടത്ത് ചപ്പലില്ലാതെ ഇറങ്ങിപ്പോയാൽ ആരെങ്കിലും പറയാം പോകുന്ന വഴിക്ക് പാമ്പുണ്ടെന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിലും അലേർട്ട് ആയിരിക്കണം പ്രാർത്ഥനാ ജീവിതത്തിൽ. കാരണം അതിലും ശക്തനായിട്ടൊരു പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ അലർന്ന സിംഹം എന്ന പോലെ ഓടാടി സഞ്ചരിക്കുക. സോ ഡിവോട്ട് ആൻഡ് ബി അലേർട്ട് ഇൻ പ്രയർ. പിന്നെന്താ പറഞ്ഞ? കേട്ടപ്പോ തൊട്ട് ഐ നെവർ cease to pray for you. I never cease to pray for you. പിന്നെ എങ്ങനെ പറഞ്ഞേ? Moment I heard, I knelt and prayed for you. I desired and prayed. എന്തിനൊക്കെയാ പ്രാർത്ഥിച്ചത്? That you will be complete in Christ. An open door will be there. Your knowledge of Christ will increase. You will be strengthened in your inner man. That you will come to the saving knowledge of Christ and you will have the fruit of righteousness. ഈ ദിവസങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക മാത്രമല്ല, ഈ വാക്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കും. ഈ വാക്യങ്ങളൊക്കെ വായിച്ചു പ്രാർത്ഥിക്കണം. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.